ഗൾഫ് കൺട്രീസിൽ സൈറ്റ് എഞ്ചിനീയേഴ്സും ഓഫീസ് എഞ്ചിനീയേഴ്സും രണ്ട് ലെവലാണുള്ളത്. സൈറ്റ് എഞ്ചിനീയേഴ്സിന് ഓഫീസ് എഞ്ചിനീയേഴ്സിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സുകൾ സൈറ്റ് എഞ്ചിനീയേഴ്സിന് പലപ്പോഴും കിട്ടാറില്ല. അതിന് കാരണം എന്താ വെച്ചാല് മാനേജേഴ്സുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഓഫീസിൽ എഞ്ചിനീയേഴ്സ് ആവും. അപ്പൊ അവർക്ക് പ്രൊമോഷൻസും സാലറി ഇൻക്രിമെന്റ്സും എല്ലാം കിട്ടും. അപ്പൊ നമ്മൾ ചിലർ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ തന്നെ അതിനുള്ള ചാൻസസ് വരും. പിന്നെ അതുപോലെ ചില ആളുകൾക്ക് ബാക്കപ്പ് ഉണ്ടാവും. ബാക്കപ്പ് മീൻസ് ഇപ്പോ ഉദാഹരണമായിട്ട് ഞാനിപ്പോ നമ്മളെ കൂടെ നമ്മള് കാർബൺ ബ്ലൂ ഗ്ലോബലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൊജക്ടിന്റെ എല്ലാ ക്വാണ്ടിറ്റീസ് നമുക്ക് വേണ്ട അഡ്വൈസുകളൊക്കെ തന്നെ കാർബൺ ബ്ലൂ ഗ്ലോബൽസ് ആയിരുന്നു. നമ്മളെ ഡിസൈൻ ലെവലില് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് നമ്മൾ ടെൻഡറിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഈ ങ്ങളമായുള്ള സ്ഥാപനം നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അതുപോലെ ഒരു ആൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ മാനേജർക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആക്യുറസി കിട്ടുമ്പോൾ അതൊരു വലിയൊരു വാല്യൂ തന്നെയാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന സബോർഡിനേറ്റ്സ്, നമ്മളെ താഴെ വർക്ക് ചെയ്യണ അല്ലെങ്കിൽ കൂടെ കൊലീഗ്സ്, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും, ലക്കിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ നമുക്ക് പ്രൊമോഷൻസും അതുപോലെ തന്നെ കരിയറിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഫീൽഡിൽ നമ്മളൊരു ഇതൊരു പാഷൻ കൂടിയാണല്ലോ. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിനോട് മുന്നോട്ട് പോകുന്നത് കുറച്ച് ഒരു പ്രൊഫഷണൽ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ ഗൾഫിലെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഉള്ളത് ദുബായില്, UAE നമ്മൾ അബുദാബിയിലായിരുന്നു. 2006 വന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി ലെബനാനീസ് കമ്പനി ആയിരുന്നുള്ളത് പറയാലോ. വളരെ കോപ്പറേറ്റീവ് മാനേജേഴ്സ് ആയിരുന്നു. നമ്മളെന്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ നമ്മളോട് പറയുന്നതോട് കൂടെ തന്നെ അവർ നമ്മളെ കൂടെ സഹായിക്കും ചെയ്യും. ഹലോ ആൻഡ് ഗുഡ് ഡേ ടു എവറി വൺ. CBG സിവിൽ അപ്സ്കില്ലിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ മിസ്റ്റർ ഷാക്കിറുൽ ജലാലാണ്. മിസ്റ്റർ ഷാക്കിറുൽ ജലാൽ ഖത്തറിൽ H&M ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ്ങിന്റെ ജനറൽ മാനേജർ ആണ്. ഇവിടെ ഖത്തറിൽ ഓവർ 15+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതല്ലാണ്ട് ആസ് എ ഹോൾ 20+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ് മിസ്റ്റർ ഷാക്കിറുൽ ജലാലിനുള്ളത്. സ്പീക്കിംഗ് ഓഫ് where Mr. Shakir works now, H&M Trading and Contracting ഒരു general contracting firm ആണ്, specializing in general contracting works, MEP works and fit out works. Currently ഖത്തറിലെ ബിർക്കത്ത് അൽ അവാമർ ഇൻഡസ്ട്രിയിലെ 2 projects ആണ് ഹാൻഡിൽ ചെയ്യുന്നത് മിസ്റ്റർ ഷാക്കിർ, with the project values totaling 50 million. CBG ഖത്തർ തന്നെ വളരെ താങ്ക്ഫുൾ ആണ് to Mr. Shakir for being an esteemed client of ours. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഷോപ്പ് ഡ്രോയിങ്സ്, ക്വാണ്ടിറ്റി സർവേയിങ് സർവീസസ് ആൻഡ് മോർ. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ പാർട്ട്ണർഷിപ്പ് ഇനിയും കുറെ കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മിസ്റ്റർ ഷാക്കിറിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഇത്രയും വർഷം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ജോബ് സീക്കേഴ്സിനാണെങ്കിലും പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് സ്ട്രൈവ് ചെയ്യുന്നവർക്കാണെങ്കിലും ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന്. നമ്മളെ സ്റ്റുഡൻസ് കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഹോപ്പ്ഫുള്ളി അപ്പോൾ മിസ്റ്റർ ഷാക്കിറിന്റെ റെസ്പോൺസസ് സ്റ്റുഡൻസിന് അത് വളരെ ഹെൽപ്ഫുൾ ആവും നമ്മൾ വിശ്വസിക്കുന്നു. അതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ ഷാക്കിർ കറന്റ്ലി വർക്ക് ചെയ്യുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ആ പ്രൊജക്ട്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ആ പ്രൊജക്ടിന്റെ പ്രൊജക്ട് ഏരിയയും കാര്യങ്ങളും എങ്ങനെയാണ്? പിന്നെ ആരാണ് H&M ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ്ങിന്റെ മെയിൻ ക്ലയൻസ്? അതെ, പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ 2 പ്രോജക്റ്റ് ഇപ്പോൾ ഉള്ളത് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺഗോയിങ് പ്രോജക്റ്റ് 2 ബർക്കത്തിൽ അവാമർ. ഒന്ന് 2 മനാട്ടക്കിന്റെ ഏരിയയിലുള്ളത്. മനാട്ടക്കിന്റെ ലാൻഡ് ആണത്. ഖത്തറിന്റെ മനാട്ടക്ക ഇൻഡസ്ട്രി ഏരിയയില് നമ്മൾ വർഷക്കാലം പോലെ ഒരു ഗവൺമെന്റിൽ തന്നെ ഒരു ഏരിയ ആണ്, അതായത് മനാട്ടക്ക. അതിൽ ലോജിസ്റ്റിക് വില്ലേജ് ഏലാണ് ഒന്നുള്ളത് അവരുടെ കോമൺ ഏരിയ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതിലിപ്പോ ഒന്നുള്ളത് നമ്മുടെ ഹെവി എക്യുപ്മെന്റ്സിന്റെ വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ വെയർ ഹൗസ്, സ്റ്റാഫ് അക്കോമഡേഷൻ. അത് ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ വന്നത് അറൌണ്ട് 7,000 സ്ക്വയർ വന്നുള്ളത്. അതില് അക്കോമഡേഷന് G+2 ആണോന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു വെയർ ഹൗസ് അറൌണ്ട് 3,000 ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ 2,000 സംതിങ് നമ്മളെ വർക്ക്ഷോപ്പ് ഉണ്ട്. ഹെവി എക്യുപ്മെന്റ്സ് മീൻസ് നമ്മളെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള നമ്മളെ ടെലി ഹാൻഡിൽസ്, അതുപോലെ തന്നെ ക്രെയിൻസ്, എക്സ്കവേറ്റേഴ്സ്, ബോബ്കാറ്റ്സ്, അതുപോലുള്ള ഹെവി എക്യുപ്മെന്റിലെ റിപ്പയറുകൾ, മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യുന്ന ഒരു കമ്പനീന്റെ ഒരു പ്രോജക്റ്റ് ആണ്. രണ്ടാമത് വന്നുള്ളത് ലോജിസ്റ്റിക് വില്ലേജ് ഏരിയയിൽ ഇതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആണ്. ഹെവി എക്യുപ്മെന്റ്സ് കൂടാതെ തന്നെ ബാക്കി ജനറേറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മളെ ലൈറ്റ്സ്, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന റെന്റൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളുടെ ഒരു വർക്ക്ഷോപ്പാണ് ചെയ്യാൻ പോകുന്നത്. വർക്ക്ഷോപ്പല്ല, അതിൽ 5 ബിൽഡിങ്ങുകളാണ് വന്നുള്ളത്. 5 ബിൽഡിങ്ങിൽ ഒന്ന് ആസ് യൂഷ്വൽ സ്റ്റാഫ് അക്കോമഡേഷൻ,
ഒന്ന് അഡ്മിൻ ബിൽഡിംഗ്, ബാക്കി 3 വെയർഹൗസ്, 2 ഓപ്പൺ വെയർഹൗസ്, ഒരു ക്ലോസ്ഡ് വെയർഹൗസ് ഉള്ളത്. അത് അറൌണ്ട് 10,000 മീറ്റർ സ്ക്വയറോളം വരും അതിന്റെ ബിൽഡപ്പ് ഏരിയ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കറന്റ് ചെയ്തുള്ള ഓൺ ഗോയിങ് ബിഗ് പ്രൊജക്ട്സ്. അതുപോലെ തന്നെ സൈഡ് വർക്ക് ആയിട്ട് നമ്മുടെ സ്പാന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, ബ്യൂട്ടി പാർലർ, ജെൽ സ്പാന്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനത്തെ ചെറിയ വർക്കുകൾ കൂടി ചെയ്തു പോകും നമ്മൾ. പിന്നെ അതുപോലെ തന്നെ മാൻ ഹോൾസ്, പ്രീകാസ്റ്റ് മാൻ ഹോൾസ് ഉണ്ട്, പ്രീകാസ്റ്റ് പിന്നെ സൈൻ ബോർഡ് ക്യൂബ്സുകൾ, അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ പ്ലാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ, ചെറിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ സ്റ്റുഡൻസിന് അറിയാൻ ആഗ്രഹം ഉണ്ടാവുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജേർണി എങ്ങനെയാണ് നിങ്ങൾ ഖത്തറിലേക്ക് വന്നത്? നിങ്ങൾ ആദ്യം എടുത്ത റോൾ എങ്ങനെയായിരുന്നു? പിന്നെ എങ്ങനെയാണ് പതുക്കെ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങളിപ്പോ ഈ ഒരു റോളിൽ എങ്ങനെയാണ് എത്തിയതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതെ, ഞാന് പിന്നെ വന്നുള്ളത് ഫസ്റ്റ് 2006 UAE അബുദാബിയിൽ കൺസലിൽ വർക്ക് ചെയ്യുന്നത്. ആ കൺസലിൽ ഞാൻ പിന്നെ അവിടെ കൺസലിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് പിന്നെ ഡിസൈൻസ് ആൻഡ് ഗെറ്റ് അപ്രൂവൽ ഫ്രോം ദ അതോറിറ്റീസ് ആണ്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങുന്നത്. ആ ജോബാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ആഫ്റ്റർ 2 ഇയർ ഞാൻ ഖത്തറിലേക്ക് വന്നു. ഖത്തറിൽ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ വർക്ക് ചെയ്തു. അതിനുശേഷം അതേ കമ്പനിയിൽ തന്നെ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് വർക്ക് ചെയ്തു. അവിടെ പിന്നെ ആ കമ്പനിയിൽ ഞാൻ പ്രൊജക്ട് കോർഡിനേറ്റർ ആയി, പിന്നെ സൈറ്റ് മാനേജർ, അങ്ങനെ ചെറിയ രീതിയിൽ പ്രൊമോഷൻസും കാര്യങ്ങളൂടെ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ചെറിയ മാറ്റം വന്നത്. അതിനുശേഷം ഞാൻ ഒരു സാൻഡ്വിച്ച് പാനൽ ഫാക്ടറിയിൽ ആസ് എ ഓപ്പറേഷൻ മാനേജർ വർക്ക് ചെയ്ത് പിന്നീടാണ് ഞാൻ H&Mലേക്ക് മാറിയത്. അവിടെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറന്റ്. അതിനുശേഷമാണ് ഞാൻ പിന്നെ H&Mൽ വരുന്നതും പിന്നെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പിന്നെ ഓപ്പറേഷൻ സാൻഡ്വിച്ച് പാനൽ ഫാക്ടറിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ് എ ഓപ്പറേഷൻ മാനേജറായിട്ടായിരുന്നു. ഇപ്പോൾ H&Mൽ ഒരു ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് കരിയറിന്റെ ഒരു സ്റ്റെപ്പ് വന്നുള്ളത്. അറൗണ്ട് 20 ഇയേഴ്സ് ആയിട്ട്. ഓക്കെ. ഈ ഒരു ജേർണിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ജേർണിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ, പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങളെ സക്സീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എന്നൊന്ന് പറയാൻ പറ്റും? ഒരു കണ്ടിന്യൂസ് 20 ഇയേഴ്സ് അല്ല. അപ്പോ ഇതിൽ പല ആളുകളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മാനേജേഴ്സ്, കൂടുതൽ നമ്മളെ മാനേജേഴ്സ് നമ്മളെ പല കാര്യങ്ങളും പിന്നെ നമ്മൾ ചെയ്ത മിസ്റ്റേക്സുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്തു തരും. അപ്പൊ നമ്മളെ റെക്ടിഫിക്കേഷൻ സമയത്ത് അങ്ങനെ കൂടുതൽ നമ്മളെ മാനേജേഴ്സ് നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് തരും. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി ലെബനാനീസ് കമ്പനി എന്നുള്ളത് പറയാലോ, വളരെ പിന്നെ കോപ്പറേറ്റീവ് മാനേജേഴ്സ് ആയിരുന്നു അവർ. നമ്മളെന്ത് മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ നമ്മളോട് പറയുന്നതോട് കൂടെ തന്നെ അവർ നമ്മളെ കൂടെ സഹായിക്കും ചെയ്യും. ഇന്ന രീതിയിലാണത് റെക്ടിഫിക്കേഷൻ വേണ്ടത്, ഇന്ന രീതിയിൽ മാനേജ് ചെയ്യേണ്ടത്, അതിങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. നമുക്കൊരു പിന്നെ ഇവിടെ ഒരു അറബിക് ലാംഗ്വേജ് ആണ് ഇവിടെ കൂടുതൽ വേണ്ടത്. നമ്മള് പിന്നെ പബ്ലിക് അതോറിറ്റീസിൽ പോകുമ്പോൾ ഇപ്പോഴും 50% അവിടെ അറബിക് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൂടെ പിന്നെ അങ്ങനെ പബ്ലിക് അതോറിറ്റിയിൽ പോകുമ്പോൾ നമ്മൾ കൂടെ അറബിക് ആളുകൾ കൂടെ വരും. അപ്പൊ അവരൊക്കെ നമ്മൾ കൂടുതൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓരോരോ പിന്നെ അഭിപ്രായങ്ങൾ, ഓരോ സജഷൻസ്, റെക്കമെൻഡേഷൻസുകൾ, നമ്മളെ അഡ്വൈസുകൾ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് പല ഭാഗത്തുനിന്നും. കരിയർ ഇങ്ങനെ ലെന്തുലറാത്തായി പോകുന്നു. ഇപ്പോ ഒരു ഫ്രഷ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഫ്രഷ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് എങ്ങനെയാണ് ഇതിനുള്ള ഒരു പ്രിപ്പറേഷൻ? എന്തൊക്കെയാണ് അതിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്? എങ്ങനെയാണ് അവർക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ലൈഫിലേക്ക് പ്രിപ്പയർ ചെയ്യാം? ഇപ്പോൾ പ്രൊഫഷണലി ആണെങ്കിലും പിന്നെ അവർ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റാന്നുള്ളത് അഡ്വൈസ് എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന്? നാട്ടിൽ നിന്ന് വരുമ്പോൾ അവൻ ആദ്യം അറിയുന്നത് ഡ്രോയിങ് റീഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഡ്രോയിങ് റീഡിങ് മസ്റ്റ്. നമ്മൾ പിന്നെ അതായത് ഡ്രോയിങ് റീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പോൾ ടെക്നോളജീസ് ആണോ, നമ്മൾ സോഫ്റ്റ്വെയർ CAD ആണോ ഏതാണോ ചില ആ സോഫ്റ്റ്വെയർ നമ്മൾ മസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു പക്ഷേ ഒരു എഞ്ചിനീയർ വന്നാൽ ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ടാവും ഒരു പക്ഷെ പുള്ളി നമുക്കൊരു ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. നമ്മളെ കരിയറിൽ നമുക്ക് വരുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ 0 എഞ്ചിനീയറിംഗ് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരുന്നാൽ അത് നമുക്ക് കരിയറിന് വളരെ ഉപകാരപ്പെടും. അത് പറഞ്ഞു തരുന്നത് പിന്നെ ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി സർവേയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാള് ഡ്രോയിങ് റീഡ് ചെയ്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡ്രോയിങ് റീഡ് ചെയ്ത്, അതുപോലെ തന്നെ ഓഫീസ് ഈ നമ്മളെ എക്സൽ, വേർഡ് പോലത്തെ ഫയലുകൾ അത് ഹാൻഡിൽ അതിന്റെ നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ സോഫ്റ്റ്വെയറുകളും പുതിയ പുതിയ ടെക്നോളജികൾ എന്ത് മാർക്കറ്റിലുണ്ടോ അത് പുതിയതായി വരുന്ന ആൾ അവനെ അറിഞ്ഞിരിക്കണം. അതാണ് മെയിൻ. നമ്മളൊരു ആളിപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാള് എന്താണോ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ന്യൂ സോഫ്റ്റ്വെയർ, പുതിയ ടെക്നോളജി അത് പഠിച്ചിട്ട് വന്നാല് ആൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും.
അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വർക്ക് ഒരു പ്രൊജക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അവിടെ പല ടൈപ്പ് ഓഫ് പിന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടല്. അത് ഏത് രീതിയിൽ പറയാൻ പറ്റും. ഒരുപക്ഷെ CAD ഡ്രോയിങ് ആവും, ഹാർഡ് കോപ്പി ആവാം, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറുകളും എല്ലാ ടെക്നോളജികളും നമുക്ക് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആവും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ നിങ്ങളെ അറിവിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു ജോലിക്ക് കയറി നല്ല സക്സസ്ഫുൾ ആയി, കുറെ നല്ലോണം പ്രൊമോഷൻസ് കിട്ടി, പിന്നെയും ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റിയവരുടെ ഒരു നിങ്ങളെ അറിവിൽ എക്സ്പീരിയൻസിൽ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർ. അപ്പൊ അവരുടെ പിന്നിൽ, അവരുടെ ഈ സക്സസിന്റെ പിന്നിൽ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? വൈ വർ ദേ സക്സസ്ഫുൾ? എന്തുകൊണ്ടാണ് അവർക്ക് ഈ പെർഫോമൻസ് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയതെന്ന് ഉള്ളതിനുള്ള ഒരു കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും? പല പല ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട്. ചിലർ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ തന്നെ അതിനുള്ള ചാൻസസ് വരും. പിന്നെ അതുപോലെ ചില ആളുകൾക്ക് പിന്നെ ബാക്കപ്പ് ഉണ്ടാവും. ബാക്കപ്പ് മീൻസ് ഇപ്പോ ഉദാഹരണമായിട്ട് ഞാനിപ്പോ നമ്മളെ കൂടെ ഇപ്പൊ നമ്മള് കാർബൺ ബ്ലൂ ഗ്ലോബലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൊജക്ടിന്റെ എല്ലാ പിന്നെ ക്വാണ്ടിറ്റീസ് നമുക്ക് വേണ്ട അഡ്വൈസുകളൊക്കെ തന്നെ കാർബൺ ബ്ലൂ ഗ്ലോബൽസ് ആയിരുന്നു. നമ്മളെ ഡിസൈൻ ലെവലില്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് നമ്മൾ ടെൻഡറിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഈ നിങ്ങളുമായുള്ള സ്ഥാപനം നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അതുപോലെ ഒരു ആൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ മാനേജർക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആക്യുറസി കിട്ടുമ്പോൾ അതൊരു പിന്നെ വലിയൊരു വാല്യൂ തന്നെയാണ്. അതായത് ഞാൻ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം പുതിയൊരു പ്രൊജക്ടിന്റെ ടെൻഡറിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ആസ് എ കോൺട്രാക്ടിങ് കമ്പനി ക്ലയന്റിന് അല്ലെങ്കിൽ കൺസൾട്ട് ഒരു കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ ക്വാണ്ടിറ്റീസിൽ ആക്യുറസി വരിക എന്നുള്ളത് ഒരു പ്രധാന പോയിന്റ് ആണ്. അപ്പൊ ആ ക്വാണ്ടിറ്റീസിന് നമുക്കൊരു ആക്യുറസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 50% നമ്മളെ കൊട്ടേഷൻസ് അല്ലെങ്കിൽ നമ്മളെ ടെൻഡറിങ് സക്സസ് ആയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്തരം ഹെൽപ്പുകൾ പല ഭാഗത്തും കിട്ടും. അതുപോലെ സബോർഡിനേറ്റ്സ്, നല്ല സബോർഡിനേറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ഹെൽപ്ഫുൾ ആയ, വളരെ പിന്നെ എന്താ പറയാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ വർക്ക് ക്വാളിഫൈഡ് ആളുകൾ നമ്മൾ സബോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന സബോർഡിനേറ്റ്സ്, നമ്മളെ താഴെ വർക്ക് ചെയ്യണ അല്ലെങ്കിൽ കൂടെ കൊലീഗ്സ്, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും, ലക്കിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ നമുക്ക് പ്രൊമോഷൻസും അതുപോലെ തന്നെ കരിയറിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും കൊലീഗ്സും സബോർഡിനേറ്റ്സും ആയിട്ട് നല്ലൊരു ഭാഗമാണ് നമ്മുടെ കോവർക്കേഴ്സ്.